ജനിച്ച മാസം അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കഴിവ് എന്തിലാണെന്ന് കണ്ടെത്താൻ സാധിക്കും. ലോകത്ത് എല്ലാ മനുഷ്യർക്കും സനാന്തരം കഴിവുകളുണ്ട്. കഴിവുകളിൽ ഓരോ മനുഷ്യരും അതുല്യരാണ്. ഒരാൾക്കുള്ള കഴിവായിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. അവർക്കുള്ള കഴിവായിരിക്കില്ല അടുത്തയാൾക്കുള്ളത്. പല കഴിവുകളും ഒന്നുചേരുന്ന മനുഷ്യരും ഉണ്ടാകും. അവർക്കില്ലാത്ത കഴിവുകളും ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും സവിശേഷമായ ചില കഴിവുകളുണ്ട്. അത് നമ്മൾ സൂപ്പർ പവറായോ ദിവ്യശേഷിയായോ എന്നെല്ലാം വിളിക്കാം. ഇത് നമ്മൾ കണ്ടെത്തണം. ജ്യോതിഷം പറയുന്നത് ഓരോ മാസങ്ങളിലും ജനിച്ചവർക്ക് സവിശേഷമായ ചില കഴിവുകൾ ഉണ്ടാകുമെന്നാണ്. ഓരോ ദിവസങ്ങൾക്കും അതുല്യമായ ഒരു ഊർജവുമുണ്ട്. ഈ ഊർജമാണ് അന്ന് ജനിക്കുന്നവർക്ക് അവരുടെ സൂപ്പർ പവർ നൽകുന്നത്. ഇതെല്ലാം പ്രപഞ്ചം നമുക്ക് നൽകുന്ന കഴിവുകളാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ജനുവരിയിൽ ജനിച്ച ആളുകൾ എത്ര വലിയ തിരിച്ചടികളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ളവരായിരിക്കും. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള അതുല്യമായ കഴിവ് അവരിലുണ്ട്. ഫെബ്രുവരിയിൽ ജനിച്ച ആളുകൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ മിടുക്കരായിരിക്കും. മറ്റാർക്കുമില്ലാത്ത നൂതനമായ പ്രഗത്ഭമായ ആശയങ്ങളാണ് ഇവരുടെ തലയിൽ ഉദിക്കുക. മാർച്ച് മാസത്തിൽ ജനിച്ചവർ സർഗാത്മകമായ കഴിവുകൾ ഉള്ളവരായിരിക്കും. ഭാവനാസമ്പന്നരും ആയിരിക്കും. സാധാരണ വസ്തുവിനെ പോലും മായികമായി അവതരിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും. ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആളുകൾ ഭയം ലവലേശം പോലും ഇല്ലാത്ത നേതാക്കന്മാരായിരിക്കും. അവരുടെ പ്രവൃത്തികൾ ധീരമായിരിക്കും. മെയ് മാസത്തിൽ ജനിച്ച ആളുകൾക്ക് മറ്റാർക്കും ഇല്ലാത്ത ക്ഷമയുണ്ടായിരിക്കും. ലോകത്തെ എന്തിലും ഏതിലും സൗന്ദര്യം കണ്ടെത്താൻ ഇവർക്ക് സാധിക്കും. ജൂൺ മാസത്തിൽ ജനിച്ചവർക്കും ഏതൊരിടത്തെയും പ്രകാശമായിരിക്കാൻ സാധിക്കും. ആരിലും പുഞ്ചിരി വിടർത്താൻ സാധിക്കും. നിഷ്പ്രയാസം അവർ അപരിചിതരെ പോലും സുഹൃത്തുക്കളാക്കി എടുക്കും. ജൂലൈ മാസത്തിൽ ജനിച്ചവർ മറ്റുള്ളവരെ വളർച്ചയിലേക്ക് കൊണ്ടുപോകാനും അവർക്ക് വേണ്ട സ്നേഹവും പരിഗണനയും നൽകുവാനായിട്ട് സാധിക്കും. സ്നേഹപൂർവ്വമുള്ള കെട്ടിപ്പിടുത്തം പോലെയാണ് ഇവരുടെ സാമീപ്യം. ആഗസ്റ്റ് മാസത്തിൽ ജനിച്ചവർ ആത്മവിശ്വാസത്തിൻ്റെ പര്യായമാണ്. ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്തും തിളങ്ങാൻ ഇവർക്ക് കഴിയും. സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവർ ഏതു കാര്യത്തിലും മികവും പൂർണ്ണതയും കൊണ്ടുവരുന്നവർ ആണ്. ദൗത്യങ്ങളെ കലാപരമായി സമീപിക്കുന്നവർ ആണ് ഇവർ.